ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റ് പറയുകയെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സൈഡ് വേസ് കൺസോളിഡേഷൻ വിത്ത് മൈൽഡ് ഡൗൺവേർഡ് ട്രെൻഡാണ് ഞാൻ കാണുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ക്രൂഡ് ഈസ് സ്റ്റിൽ ട്രേഡിങ് $87 പെർ ബാരൽ ക്രൂഡ് ട്രേഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ നിഫ്റ്റി സൈഡ് വേസ് മൂവ് ചെയ്യുന്ന സമയത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ട്രേഡേഴ്സ് വിൽ ലൂസ് മണി. കാരണം തീറ്റ ഡിക്കെ നിഫ്റ്റി ട്രേഡേഴ്സ് വിൽ ദറ്റ് ബയേഴ്സ് ദ സെല്ലേഴ്സ് വിൽ മേക്ക് മണി. സോ അടുത്ത ആഴ്ച നിഫ്റ്റി മോസ്റ്റ് പ്രോബ്ലി 24,200 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നു. സോ നിഫ്റ്റി 50 ക്ലോസ് ചെയ്തിരിക്കുന്ന ഈ ആഴ്ച 24,366 ക്ലോസ് ചെയ്തത്. ദാറ്റ് മീൻസ് 204 പോയിന്റ് ഡൗൺ, 0.83% ഡൗണിലാണ്. സെൻസെക്സ് 78,000 സംതിങ് അറൌണ്ട് 78,000 ഹോവർ ചെയ്യുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി 57,491 ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ ഇതെല്ലാം കൊണ്ട് തന്നെ നിഫ്റ്റി സ്റ്റോക്സ് ഈസ് ഓൾസോ നോട്ട് പെർഫോമിങ് ലൈക്ക് ദാറ്റ്. കഴിഞ്ഞ ആഴ്ച പെർഫോം ചെയ്ത സ്റ്റോക്ക് സെക്ടേഴ്സ് പറയുന്നത് വെച്ചാൽ ടെലികോം, ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് കെയർ സെക്ടർ, ഡിഫൻസ് ആൻഡ് സ്പെഷ്യാലിറ്റി എഞ്ചിനീയറിംഗ് ആണ് നന്നായി ചെയ്തിട്ടുള്ളത്. ആൻഡ് അണ്ടർ പെർഫോമിംഗ് ആയിട്ട് ഞാൻ കണ്ടത് ഓട്ടോമൊബൈൽ, ഓട്ടോ, ആൻസിലറീസ്, നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസ്, കൺസ്യൂമർ, കമ്മോഡിറ്റീസ്, ഇതൊക്കെ മെറ്റൽസ്, ഇറ്റ് ഈസ് ലഗാർഡ് സൈഡ്. പ്രധാനപ്പെട്ടൊരു നിഫ്റ്റിയിൽ എന്തുകൊണ്ട് പെർഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻലി ടാറ്റ സ്റ്റോക്സ്, ടാറ്റ സ്റ്റീൽ തൊട്ടിട്ട് TCS തൊട്ട് ട്രെൻഡ്, ടാറ്റ കൺസ്യൂമർ. സോ എന്ന് വേണ്ട ടാറ്റേൻ്റെ കുറേ സ്റ്റോക്സ് നിഫ്റ്റിയിലുണ്ട്. സോ ഈ ടാറ്റ സ്റ്റോക്സ് ആഫ്റ്റർ ദി ചന്ദ്രശേഖർസ് എക്സിറ്റ് എല്ലാം സ്റ്റോക്കും കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഐ തിങ്ക് ടാറ്റ വിൽ ടേക്ക് ചാർജ് ഓഫ് ടാറ്റ എന്ന് ഞാൻ തോന്നുന്നത്. ചന്ദ്രശേഖരനെ സംബന്ധിച്ചോളം എൻ്റെ അഭിപ്രായത്തിൽ പറയാൻ വെച്ചാൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഐ ഡോണ്ട് ഹാവ് എ ബിഗ് ഒപ്പീനിയൻ അബൌട്ട് ഹിം. ബിക്കോസ് തിങ് ഈസ് ദാറ്റ് നിങ്ങൾ നോക്കുക ടാറ്റാൻ്റെ ഓൾമോസ്റ്റ് വെൽത്ത് ഇറോഡായ. ഇന്ന് നിങ്ങൾ ക്രോമിൽ പോയി നോക്കുക, ടാറ്റ ക്ലിക്കിൽ പോയി നോക്കുക, 1MG പോയി നോക്കുക, ഇതൊക്കെ എന്ത് ബിസിനസ്സുള്ള അവിടെ. ടാറ്റ മോട്ടോഴ്സ് എവറി ക്വാർട്ടറിൽ ഈസ് കമ്മിങ്. അവർ പറയുന്നത് ചൈനയിൽ ഞങ്ങൾ വെഹിക്കിൾ വെക്കുന്നില്ല. ചൈനയിൽ എവിടെയാണ് ടാറ്റ ലാൻഡ് റോവർ വെക്കാൻ പറ്റുക? ചൈന മേക്സ് ബെറ്റർ കാർസ് ആൻഡ് ലാൻഡ് റോവർ. So Tata Motors in people are holding Tata Motors. I think they lost almost 75% of the wealth. TCS almost 50% of wealth they lost. Other time the Tata Motors perform how the Mahindra is performing better, Hyundai is performing better, or Maruti is performing better. All automobiles are performing better than other Tata companies. So I don't think other excuse ആണെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിവേ ഐ എം നോട്ട് എ പേഴ്സൺ ടു മേക്ക് ദിസ് ഒപ്പീനിയൻ. സോ പിന്നെ ഉള്ളത് അഡാനിൻ്റെ സ്റ്റോക്സ് നന്നായി പെർഫോം ചെയ്തില്ല. പിന്നീട് വരുന്ന റിലയൻസ്, മുകേഷ് അംബാനിൻ്റെ സ്റ്റോക്കാണ്, അതും നന്നായി പെർഫോം ചെയ്തില്ല. അതാണ്